നമസ്കാരം. രണ്ടാം വർഷ പരീക്ഷ എഴുതുന്ന ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് വേണ്ടി മൈ റേഡിയോ 90 FM ഒരുക്കുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സെമിറ്റോ PT, വല്ലച്ചിറ സെൻറ് തോമസ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ ഗണിതശാസ്ത്രം അധ്യാപകനാണ്. എന്നോടൊപ്പമുള്ളത് എൻ്റെ വിദ്യാലയത്തിൽ തന്നെ ഒരു വിദ്യാർത്ഥിയാണ്. നമസ്കാരം, എൻ്റെ പേര് സ്റ്റെനിസ് ജോൺ. ഞാൻ വല്ലച്ചിറ സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. അവിടുത്തെ സ്കൂൾ ലീഡറുമാണ്. ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത് രണ്ടാം വർഷ മാത്സ് പരീക്ഷയുടെ സംശയങ്ങൾ ചോദിക്കാനാണ്. മാഷെ, കുറച്ച് സംശയങ്ങൾ മാത്സിൻ്റെ ഉണ്ട്. ഇപ്പോൾ പരീക്ഷ എഴുതുമ്പോൾ അതിൻ്റെ മാർക്ക് ഓരോ രീതിയിലുണ്ടല്ലോ, അത് എങ്ങനെയൊന്ന് പറഞ്ഞുതരൂ. മാത്സ് പരീക്ഷയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ +1 നിങ്ങളെല്ലാവരും ഓൾറെഡി പരീക്ഷ എഴുതി കഴിഞ്ഞിരിക്കുകയാണ്. 60 മാർക്കിൻ്റെ എഴുത്ത് പരീക്ഷയും 20 മാർക്കിൻ്റെ ഇൻറ്റേർണലും കഴിഞ്ഞ് 80 മാർക്കിൻ്റെ പരീക്ഷ നിങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. രണ്ടാം വർഷത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് 60 മാർക്കിൻ്റെ എഴുത്ത് പരീക്ഷയും അതുപോലെ തന്നെ 20 മാർക്കിൻ്റെ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷനും ഈ വർഷം പൂർത്തിയാകുന്നു. അതുപോലെ തന്നെ 40 മാർക്കിൻ്റെ പ്രാക്ടിക്കൽ പരീക്ഷ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം 200 മാർക്കിൻ്റെ പരീക്ഷയാണ് ഹയർ സെക്കൻഡറി കഴിഞ്ഞു പോകുമ്പോൾ ഗണിതശാസ്ത്രത്തിൽ നടക്കുന്നത്. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഫസ്റ്റ് ഇയറിലെ പരീക്ഷകൾ കഴിഞ്ഞ് 80 മാർക്ക് കവർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. സെക്കൻഡ് ഇയറിൽ 120 മാർക്കിൻ്റെ പരീക്ഷ, അതിൽ 40 മാർക്കിൻ്റെ പ്രാക്ടിക്കൽ പരീക്ഷ കഴിഞ്ഞു. ഇനി നടക്കാനായിട്ട് പോകുന്നത് 60 മാർക്കിൻ്റെ എഴുത്ത് പരീക്ഷയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ മാഷെ, ഈ 60 മാർക്കിൻ്റെ പരീക്ഷ എന്ന് പറയുമല്ലോ, അപ്പോൾ അതിൻ്റെ ടൈം മാനേജ്മെൻറ്റ്, മറ്റേ കൂൾ ഓഫ് ടൈം, അത് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരൂ. നമുക്ക് നടക്കുന്ന പരീക്ഷയിൽ 2.25 മണിക്കൂറിൻ്റെ പരീക്ഷയാണ് നടക്കുന്നത്. അതിൽ 2 മണിക്കൂർ സമയം കുട്ടിക്ക് പരീക്ഷ എഴുതാനായിട്ട് കിട്ടുന്നു. 15 മിനിറ്റ് എന്ന് പറയുന്നത് കൂൾ ഓഫ് ടൈമാണ്. അപ്പോൾ ഈ കൂൾ ഓഫ് ടൈമിൽ നമ്മൾ എന്തിട്ട് കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? എഴുതുമ്പോൾ എങ്ങനെയാണ് എല്ലാതും വായിച്ചു നോക്കണോ? അങ്ങനെ കൂൾ ഓഫ് ടൈമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 15 മിനിറ്റ് സമയം എന്ന് പറയുന്ന കൂൾ ഓഫ് ടൈമാണ് നമ്മുടെ പരീക്ഷയുടെ ഒരു പ്രധാന ഭാഗം, സമയം എന്ന് പറയുന്നത്. കൃത്യമായിട്ട് പരീക്ഷയെക്കുറിച്ചുള്ള ഒരു പ്ലാനിങ് നടക്കേണ്ടത് ഈ കൂൾ ഓഫ് ടൈമിലാണ്. പ്രത്യേകിച്ച് നമ്മുടെ പരീക്ഷയുടെ ഘടന എന്ന് പറയുന്നത് 20 ചോദ്യങ്ങളായിരിക്കും പരീക്ഷയ്ക്കുണ്ടായിരിക്കുക. 1 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾ, അതാണ് ആദ്യത്തെ സെക്ഷനിലായിട്ട് വരുന്നത്. അതുപോലെ തന്നെ 9 മുതൽ 16 വരെയുള്ള ചോദ്യങ്ങൾ, അതുപോലെ തന്നെ 17 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങൾ. 3 വിഭാഗങ്ങളിലായിട്ടാണ് നമ്മുടെ പരീക്ഷ ചോദ്യപേപ്പർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ ഭാഗത്തു നിന്ന്, അതായത് 1 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങളിൽ നിന്ന് കുട്ടി 6 ചോദ്യങ്ങളാണ് എഴുതേണ്ടത്. ഓരോ ചോദ്യത്തിനും 3 മാർക്ക് വീതം ലഭിക്കുന്നു. അങ്ങനെ ആദ്യത്തെ ഭാഗത്തു നിന്ന് 6 × 3 18 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ആദ്യത്തെ സെക്ഷനിൽ നിന്ന് കുട്ടികൾ എഴുതേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ, അതായത് 7 മുതൽ 16 വരെയുള്ള ചോദ്യങ്ങൾ, അവിടെ 8 ചോദ്യങ്ങൾ കുട്ടികൾക്ക് ഉണ്ടായിരിക്കും. അവിടെയും 6 ചോദ്യങ്ങൾക്കാണ് ഉത്തരം എഴുതേണ്ടത്. ഓരോ ചോദ്യത്തിനും 4 മാർക്ക് വീതമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അങ്ങനെ 6 × 4 24 മാർക്ക്. മൂന്നാമത്തെ സെക്ഷനിലേക്ക്, മൂന്നാമത്തെ ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ essay ക്വസ്റ്റ്യൻസിൻ്റെ ഭാഗമാണ്. അവിടെ 17 മുതൽ 20 വരെയുള്ള 4 ചോദ്യങ്ങളുണ്ടായിരിക്കും. അതിൽ നിന്ന് 3 ചോദ്യങ്ങൾക്ക് ആണ് ഉത്തരം എഴുതേണ്ടത്. ഓരോ ചോദ്യത്തിനും 6 മാർക്ക് വീതം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെ 18 മാർക്ക്. അങ്ങനെ ചോദ്യപേപ്പറിൽ മൊത്തം 80 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. വിദ്യാർത്ഥി പരീക്ഷ എഴുതേണ്ടത് 60 മാർക്കിന് ഉള്ള പരീക്ഷയാണ് വിദ്യാർത്ഥികൾ എഴുതേണ്ടത്. ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കൃത്യമായിട്ടുള്ള ഒരു ഘടന എന്ന് പറയുന്നത്. ഇത് കൂൾ ഓഫ് ടൈമിലെ വിദ്യാർത്ഥി കൃത്യമായും ഈ ചോദ്യങ്ങൾ, ഏതൊക്കെ ചോദ്യങ്ങളാണ് എഴുതേണ്ടതെന്ന് കൃത്യമായി മനസ്സിലാക്കി ഓരോ സെക്ഷനിൽ നിന്നും പഠിച്ച് ഉറപ്പുള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ട് റൗണ്ട് ചെയ്ത്, മാർക്ക് പെൻസിലോ പെന്നോ ഉപയോഗിച്ച് റൗണ്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് നടക്കുന്നത് ഈ കൂൾ ഓഫ് ടൈമിലാണ്. ആ 15 മിനിറ്റ് സമയം കൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവൻ ആദ്യം മുതൽ അവസാനം വരെ കുട്ടി വായിക്കുന്നു. അതിലൂടെ ഈ 2 മണിക്കൂർ പരീക്ഷ എഴുതുന്നതിനുള്ള ഒരു ചിത്രം, ഒരു പരീക്ഷയുടെ ഒരു ചിത്രം അവിടെ രൂപപ്പെടുത്തിയെടുക്കേണ്ട സമയം എന്ന് പറയുന്നതാണ് ഈ കൂൾ ഓഫ് ടൈം. അത് ഫലപ്രദമായിട്ട് വിദ്യാർത്ഥി ഉപയോഗിക്കുകയാണെങ്കിൽ ആ പരീക്ഷ വളരെ നല്ല രീതിയിൽ തന്നെ 2 മണിക്കൂർ സമയം ചിലവഴിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ 2 മണിക്കൂർ പരീക്ഷ വരുമ്പോൾ ഈ 3 സെക്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ ഈ 3 സെക്ഷനിൽ എത്ര മിനിറ്റ് വെച്ച് എടുക്കാൻ പറ്റും ഓരോ സെക്ഷന്? നമ്മളെ സംബന്ധിച്ച്
3 സെക്ഷനിലായിട്ടാണ് ചോദ്യങ്ങൾ പരീക്ഷാ പേപ്പറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യ സെക്ഷനിൽ 6 ചോദ്യങ്ങൾ 3 മാർക്കിൻ്റെ, അതായത് 18 മാർക്ക്. ആ 18 മാർക്കിൻ്റെ ചോദ്യങ്ങൾ എഴുതാനായിട്ട് ഒരു 30 മിനിറ്റ് ചിലവഴിക്കുക. തുടർന്ന് രണ്ടാമത്തെ സെക്ഷനിലേക്ക് കടന്നു വരുമ്പോൾ, അതായത് 4 മാർക്കിൻ്റെ 6 ചോദ്യങ്ങൾ, അതായത് 24 മാർക്ക്, അതിനുവേണ്ടി ഒരു 40 മിനിറ്റ് സമയം കുട്ടിക്ക് ഉപയോഗിക്കാവുന്നതാണ്. തുടർന്ന് വരുന്ന മൂന്നാമത്തെ സെക്ഷൻ, അവിടെ essay ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 6 മാർക്കിൻ്റെ 3 ചോദ്യങ്ങൾ, 18 മാർക്ക്. അവിടെയും ഒരു 30 മിനിറ്റ് ചിലവഴിക്കുക. അപ്പോൾ 3 സെക്ഷനിലായി 30, 40, 30, ഒരു 100 മിനിറ്റ് സമയം കൊണ്ട് കൃത്യമായിട്ട് നല്ല രീതിയിൽ നമുക്ക് ആ ഒരു സമയം ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം. തുടർന്ന് നമ്മുടെ കയ്യിൽ 20 മിനിറ്റും കൂടി സമയമുണ്ട്. അടുത്തൊരു 10 മിനിറ്റിലേക്ക് നമുക്ക് ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പരീക്ഷാ ചോദ്യപേപ്പറിലെ 80 മാർക്കിന് ചോദ്യങ്ങളുണ്ടായിരിക്കും. 60 മാർക്കാണ് പരമാവധി കുട്ടിക്ക് ലഭിക്കുന്നത്. തുടർന്ന് വരുന്ന 10 മിനിറ്റ് ഈ ഓപ്ഷണലായിട്ടുള്ള, അതായത് കുട്ടിക്ക് കോൺഫിഡൻ്റുള്ള ചോദ്യങ്ങൾ എഴുതാനായിട്ട് ആ ഒരു 10 മിനിറ്റ് സമയം ഉപയോഗിക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച മാർക്കായിരിക്കും പരിഗണിക്കുക. അതുകൊണ്ട് ഓപ്ഷണലായിട്ടുള്ള ചോദ്യങ്ങൾ അറിയാവുന്നതാണെങ്കിൽ അത് എഴുതാനും കൂടി സമയം നിങ്ങൾ കണ്ടെത്തേണ്ടതാണ്. അപ്പോൾ ഏകദേശം ഒരു 110 മിനിറ്റ് കഴിഞ്ഞു. അവസാനത്തെ ഒരു 10 മിനിറ്റ് സമയം നമ്മൾ എഴുതിയ ആൻസർ ഷീറ്റ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കാനും ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുപോകലുകളോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ അവസാനത്തെ 10 മിനിറ്റ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഈ 2 മണിക്കൂർ സമയം, അതായത് 120 മിനിറ്റ് ഇപ്പോൾ ഫുള്ളി പാക്കഡായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതായത് 30 മിനിറ്റ് ആദ്യത്തെ സെക്ഷൻ, തുടർന്ന് രണ്ടാമത്തെ സെക്ഷന് വേണ്ടി 40 മിനിറ്റ് ഉപയോഗിക്കുന്നു, മൂന്നാമത്തെ സെക്ഷന് അതേപോലെ തന്നെ ഒരു 30 മിനിറ്റ് ഉപയോഗിക്കുന്നു. തുടർന്ന് അവർ 100 മിനിറ്റ് കഴിഞ്ഞു. പിന്നെ വരുന്ന ഒരു 20 മിനിറ്റ് സമയം, ആദ്യത്തെ 10 മിനിറ്റ് ഓപ്ഷണലായിട്ടുള്ള ചോദ്യങ്ങൾ എഴുതാനായിട്ട് ഉപയോഗിക്കുന്നു. ദെൻ അടുത്തായിട്ട് വരുന്ന 10 മിനിറ്റ് അത് ഓവറോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ഷീറ്റൊക്കെ ഒന്ന് നോക്കി ഏതെങ്കിലും തരത്തിലുള്ള കുറവുകളൊക്കെ പരിഹരിക്കാനൊക്കെ ആയിട്ട് ആ രീതിയിലൂടെ ആ ഒരു സമയം ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നത് പരീക്ഷ ഒരു ആത്മവിശ്വാസത്തോടു കൂടി എഴുതാനായിട്ട് വിദ്യാർത്ഥിയെ സഹായിക്കും. അപ്പോൾ ഈ 3 സെക്ഷൻ വരുന്നുണ്ടല്ലോ, ഈ മാർക്ക് കുറഞ്ഞത്, പിന്നെ അതിനേക്കാളും കുറച്ച് കൂടിയത്, പിന്നെ എസ്സേയുടെ. അപ്പോൾ നമ്മൾ ഇതിൽ ഏതാ ഫസ്റ്റ് എഴുതണ്ടേ? ഫസ്റ്റ് ഇപ്പോൾ പഠിക്കാണ്ട് വരുന്നവർ ഈ അറിയാത്ത ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എസ്സേയിലൊക്കെ കുറേ നേരം പിടിച്ചിരിക്കും. അപ്പോൾ ഏതാണ് നമ്മൾ ഫസ്റ്റ് എഴുതണ്ടേ, ലാസ്റ്റ് എഴുതേണ്ടതെന്നായിട്ട്? അതൊരു നല്ലൊരു ചോദ്യമാണ്. കാരണം പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ എങ്ങനെയാണ് പരീക്ഷ ആൻസർ ഷീറ്റ് എഴുതി തുടങ്ങേണ്ടത്? പ്രത്യേകിച്ച് പല കുട്ടികളെ സംബന്ധിച്ച് നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ വേണം ആദ്യം അറ്റൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടിയും ആദ്യത്തെ പേജുകളൊക്കെ കൃത്യമായിട്ട് തെറ്റുകൂടാതെ നമുക്ക് ആൻസറുകൾ എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് അതാണ് ഞാൻ പറഞ്ഞു, കൂൾ ഓഫ് ടൈമിൽ കൃത്യമായിട്ട് ഏത് സെക്ഷനിൽ നിന്ന് വേണമെങ്കിലും തുടങ്ങാം. നമുക്ക് ഇപ്പോൾ 3 സെക്ഷനിൽ ഏത് വേണമെങ്കിലും എഴുതാം, നമ്പർ കൃത്യമായിട്ട് ഇടണമെന്നേ ഉള്ളൂ. അപ്പോൾ കൂൾ ഓഫ് ടൈമിൽ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, അതിന് ഉത്തരങ്ങൾ ആദ്യ ഭാഗങ്ങളിൽ എഴുതുന്നത് ആ പേപ്പർ നോക്കുന്ന ടീച്ചേഴ്സിനൊക്കെ ഒരു നല്ലൊരു അപ്രീസിയേഷൻ ആ പേപ്പറിനെ കുറിച്ച് കിട്ടുന്നതൊക്കെ നന്നായിട്ട് ഉപകരിക്കും. അപ്പോൾ അത് കുട്ടിക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങൾ, നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ആദ്യം എഴുതുന്നത് നന്നായിരിക്കും. മാഷ, അപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരില്ല, അപ്പോൾ അത് എത്ര മാർക്കിൻ്റെയൊക്കെ വരാം? ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഈ 3 സെക്ഷനിലായിട്ട് ഓരോ മാർക്കിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുണ്ടായിരിക്കും. ഏകദേശം ഒരു 6 മാർക്ക് വരെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സോ അല്ലെങ്കിൽ നമുക്ക് ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസോ ഒക്കെ ആയിട്ട് ഒരു 6 മാർക്ക് വരെ ഈ ഓരോ വിഭാഗങ്ങളിലുമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. സെക്കൻഡ് ഇയർ അപ്പോൾ ഇമ്പോർട്ടൻ്റ് ചാപ്റ്റേഴ്സ്, അതിൻ്റെ വെയിറ്റേജ് എന്ന് പറഞ്ഞുതരും. സെക്കൻഡ് ഇയറിൽ നമുക്ക് 13 ചാപ്റ്ററുകളാണുള്ളത്. അറിയാലോ, 13 ചാപ്റ്ററുകളാണുള്ളത്. അതിൽ സ്റ്റെനിസിന് ഏറ്റവും ഇഷ്ടമുള്ള ചാപ്റ്ററുകൾ ഏതാണ്? 3ാമത്തെ പാഠം മെട്രിക്സ് എളുപ്പമാണ്. പിന്നെ ഏതാണ് എളുപ്പമുള്ള ചാപ്റ്റേഴ്സ്? പിന്നെ പ്രോബബിലിറ്റി എളുപ്പമാണ്. മെട്രിക്സിൻ്റെ കൂടെ ഡിറ്റർമിനൻസ് എളുപ്പമായിരിക്കുമല്ലോ. ഡിറ്റർമിനൻസ് കുഴപ്പമില്ല, എളുപ്പമാണ്. ഓക്കെ. പിന്നെ പ്രോബബിലിറ്റി എളുപ്പമാണ്. പ്രോബബിലിറ്റി കുഴപ്പമില്ല. പിന്നെ ഏതാണ് കുറച്ചും കൂടി എളുപ്പമുള്ള പാഠഭാഗങ്ങൾ? പിന്നെ യൂണിറ്റ് വെക്ടർ, വെക്ടർ ഓൾജിബ്ര എളുപ്പമാണ് അല്ലേ? അത് നമ്മളെ സംബന്ധിച്ച് 13 പാഠഭാഗങ്ങൾ, 13 ചാപ്റ്ററുകളാണ് നമുക്ക് 2ാം വർഷത്തിൽ ഒരു കുട്ടിക്ക് പഠിക്കാനായിട്ടുള്ളത്. 1ാമത്തെ ചാപ്റ്റർ നമുക്കറിയാമല്ലോ. ഏതാണ് 1ാമത്തെ ചാപ്റ്റർ? റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. 1ാമത്തെ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു 7 മാർക്കിൻ്റെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് റിലേഷൻസുമായി ബന്ധപ്പെട്ട്
ഇക്വലൻസ് റിലേഷൻ, എന്താണ് ഒരു ഇക്വലൻസ് റിലേഷൻ എന്നുള്ളൊരു ഭാഗമുണ്ട് അവിടെ നിന്നുള്ളൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇക്വലൻസ് ക്ലാസ്, എന്താണ് ഇക്വലൻസ് ക്ലാസ്, അത് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഭാഗം അവിടെ നിന്ന് തന്നെ ചോദിക്കാറുണ്ട്, സാധാരണ ചോദിക്കാറുള്ളൊരു ഭാഗമാണ്. പിന്നെ അവിടെ നിന്ന് വരുന്നതാണ് നമുക്ക് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്. അതിൽ 1 ഫങ്ഷൻ എന്താണ്, അതുപോലെ തന്നെ ഓൺ ടു ഫങ്ഷൻ എന്താണ്, ഒരു ഫങ്ഷൻ എപ്പോഴാണ് ബൈജക്റ്റീവ് ഫങ്ഷൻ ആവുക, ഒരു ഫങ്ഷൻ്റെ ഇൻവേഴ്സ് എങ്ങനെ കാണാനായിട്ട് പറ്റും. ഇത്തരം ചോദ്യങ്ങൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് സാധാരണ ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ്. ഒരു 7 മാർക്കിൻ്റെ വെയിറ്റേജാണ് ഇത്തവണയും നമുക്ക് ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിൽ നിന്ന് ഉണ്ടാകുന്നത്. രണ്ടാമത്തെ ചാപ്റ്ററായി ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ അത് കുറച്ച് ടഫായിട്ട് എല്ലാവർക്കും തോന്നും. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഓക്കെ. രണ്ടാമത്തെ ചാപ്റ്റർ നമുക്ക് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. അത് ഒരു വെയിറ്റേജ് കുറഞ്ഞൊരു ചാപ്റ്ററാണ്. ഏകദേശം ഒരു 4 മാർക്ക് ആണ് നമുക്ക് ആ ചാപ്റ്ററിൽ നിന്ന് ഉണ്ടായിരിക്കുക. അപ്പോൾ ഒരു സംശയം ചോദിക്കട്ടെ, ഈ ഇങ്ങനത്തെ കുറേ പാഠം ഉണ്ടല്ലോ, ഈ 13 പാഠത്തിൽ നിന്ന് ഈ ഒരു പാഠം പഠിക്കാണ്ടിരുന്നാൽ ഇപ്പം നമുക്ക് മാർക്ക് നല്ലോണം കുറയോ? അതിലേക്ക് ഞാൻ വരാം. ഈ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് 4 മാർക്ക് എന്ന് പറഞ്ഞല്ലോ. അതിൽ നമുക്ക് ആദ്യമേ തന്നെ വരുന്നത് ഒരു പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻ, അതാണ് വരുന്നത്. പ്രിൻസിപ്പൽ വാല്യൂ എങ്ങനെ കാണാം എന്നുള്ള ഭാഗം. പിന്നെ അതുപോലെ തന്നെ വരുന്നതാണ് ഒരു ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷനെ തന്നു കഴിഞ്ഞാൽ അതിനെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് എങ്ങനെ മാറ്റാം, ആ ഒരു ഭാഗം വരുന്നുണ്ട്. പിന്നെ ഒരു സോൾവ് ചെയ്യാവുന്ന ഒരു ഇക്വേഷൻ എങ്ങനെ, ഒരു ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസിൻ്റെ ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാം. അങ്ങനെ പരമാവധി 4 മാർക്ക് വരെയുള്ള ഒരു വെയിറ്റേജിലുള്ള ഒരു ചാപ്റ്ററാണത്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ ഡൊമൈനും റേഞ്ചും ഒക്കെ ആയി ബന്ധപ്പെട്ട പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചസ് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ വളരെ എളുപ്പത്തിൽ ആ ചാപ്റ്ററിലെ 4 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത ചാപ്റ്റർ ഏറ്റവും എനിക്ക് എളുപ്പമുള്ള ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ മെട്രിക്സും ഡിറ്റർമിനൻസും. ഓക്കെ, അതിനെ കുറിച്ച് മെട്രിക്സ് എന്നുള്ള ചാപ്റ്റർ, 3ാമത്തെ ചാപ്റ്റർ. അതുപോലെ തന്നെ ഡിറ്റർമിനൻസ്. മെട്രിക്സിൽ നിന്ന് നമുക്കൊരു 7 മാർക്ക് വരെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു 3 മാർക്കിൻ്റെ ഒരു ചോദ്യം ഉണ്ടായിരിക്കും, ഒരു 4 മാർക്കിൻ്റെ ഒരു ചോദ്യം ഉണ്ടായിരിക്കും. മെട്രിക്സിനെ സംബന്ധിച്ച് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് ഒരു മെട്രിക്സ്, ഒരു കൺസ്ട്രക്റ്റ് 2x2 അല്ലെങ്കിൽ 3x3 മെട്രിക്സ്, ഒരു മെട്രിക്സ് എങ്ങനെ ഫോം ചെയ്യാം എന്നുള്ള ഒരു കാര്യം. ഒരു AIJ ഫോം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു മെട്രിക്സ് നമ്മൾ ഫോം ചെയ്യുന്നത്, അതവിടെ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. പിന്നെ മെട്രിക്സിൻ്റെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഒരു മെട്രിക്സ് ഉൾപ്പെടുന്ന ഒരു ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് എങ്ങനെ കെയുടെ വാല്യൂ കണ്ടെത്താം, അല്ലെങ്കിൽ ഇപ്പോൾ A² + 5A + 7i = 0 എന്നൊക്കെ പ്രൂവ് ചെയ്യാനുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മെട്രിക്സ് 7 മാർക്ക് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്ന ഒരു ചാപ്റ്ററാണ്. പ്രത്യേകിച്ച് ഈ ചെറിയ ഭാഗങ്ങൾ മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഒരു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ ഒരു മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഒരു മെട്രിക്സ് ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ ഈ 7 മാർക്ക് കുട്ടിക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഡിറ്റർമിനൻസിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു 6 മാർക്കിൻ്റെ ഒരു വെയിറ്റേജാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സാധാരണ 6 മാർക്കിൻ്റെ ഒരു വെയിറ്റേജ് ഈ വർഷവും അത്ര തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു എസ്സേ ക്വസ്റ്റ്യൻ നമുക്ക് സാധാരണ 6 മാർക്കിൻ്റെ ഉണ്ടാകാറുണ്ട്. ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അത് യൂസിങ് മെട്രിക്സ് മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യുന്നൊരു മെത്തേഡ് ഉണ്ടല്ലോ, 6 മാർക്കിൻ്റെ ഒരു ഇക്വേഷൻ. അത്തരം ഒരു 6 മാർക്കിൻ്റെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ നമുക്ക് ആ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ ഒരു ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഒരു ഇൻവേഴ്സ് കാണുന്നത്, ഓൾറെഡി ഇൻവേഴ്സ് കാണാനായിട്ട് നമ്മൾ സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ പഠിക്കുന്നുണ്ട്. അവിടെ ഇൻവേഴ്സ് കാണുന്നു, അഡ്ജോയിൻ്റ് അത്തരം കാര്യങ്ങൾ. അതുപോലെ തന്നെ സിംഗുലർ ആൻഡ് നോൺ സിംഗുലർ മെട്രിക്സ് എന്താണ്, അത്തരം കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഈ 2 ചാപ്റ്ററുകളിലെയും, അതായത് മെട്രിക്സിൽ നിന്നുള്ള 7 മാർക്കും അതുപോലെ തന്നെ ഡിറ്റർമിനൻസിൽ നിന്നുള്ള 6 മാർക്കും ചേർത്തൊരു 13 മാർക്ക് വരെ വളരെ ഈസി ആയിട്ട് കുട്ടിക്ക് സ്കോർ ചെയ്യാനായിട്ട് 2 ചാപ്റ്ററുകളിലൂടെ സാധിക്കും. അടുത്ത ഒരു 5 ചാപ്റ്റർ ഉണ്ട്. അത് ഞങ്ങളെ പോലുള്ള കുട്ടികൾക്ക് കുറച്ച് തലേ കയറാൻ പണിയാണ്. അപ്പോൾ അത് എങ്ങനെയാണ്, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ്, പിന്നെ അതെങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് പറഞ്ഞുതരും. തുടർന്ന് വരുന്ന 5 ചാപ്റ്ററുകളെ സംബന്ധിച്ച് ഈ കാൽക്കുലസ് വിഭാഗത്തിൽ പെടുന്ന ഒരു 5 ചാപ്റ്ററുകളാണ്. പ്രത്യേകിച്ച് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്നുള്ള ചാപ്റ്റർ, തുടർന്ന് വരുന്ന ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്, പിന്നെ വരുന്ന ഇൻ്റഗ്രേഷൻ, പിന്നെ വരുന്ന ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ്, തുടർന്ന് വരുന്ന 5ാമതായിട്ട് വരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ 5 ചാപ്റ്ററുകൾ ഏകദേശം ഒരു 32 മാർക്ക് വെയിറ്റേജ് വരുന്ന ചാപ്റ്ററുകളാണ്.
അപ്പോൾ സാധാരണ +2 കുട്ടികളെ സംബന്ധിച്ച് ഈ 5 ചാപ്റ്ററുകൾ അല്പം ബുദ്ധിമുട്ടാണെന്നുള്ള തരത്തിൽ പറഞ്ഞു കേൾക്കാറുണ്ട്. പ്രത്യേകിച്ച് ഈ 5 ചാപ്റ്റർ ഒരിക്കലും വിട്ട് കളയാൻ പാടില്ല. പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ഫ്യൂച്ചറിലുള്ള പഠനത്തിലേക്കൊക്കെ ആവശ്യമുള്ള 5 ചാപ്റ്ററുകളാണിത്. ഏകദേശം ഈ പരീക്ഷയ്ക്ക്, നമ്മുടെ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഒരു 32 മാർക്കിൻ്റെ വെയിറ്റേജ് ഈ 5 ചാപ്റ്ററുകളിൽ നിന്ന് ഉണ്ടായിരിക്കും. പ്രത്യേകിച്ചൊരു A+ ഗ്രേഡിലേക്കൊക്കെ എത്താനുള്ള കുട്ടികൾ ഒരു കാരണവശാലും ഈ 5 ചാപ്റ്ററുകൾ ഒഴിവാക്കാനായിട്ട് പാടില്ല. ഈ ചാപ്റ്ററുകളുടെ വെയിറ്റേജ് നമുക്ക് അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാം. ഈ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്നുള്ള ചാപ്റ്റർ, അതായത് 5ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കേണ്ട 9 മാർക്കിന് വെയിറ്റേജ് ആ ചാപ്റ്ററിൽ നിന്ന് വരുന്നുണ്ട്. ഈ 9 മാർക്കിൻ്റെ വെയിറ്റേജിൽ ആദ്യം ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് കണ്ടിന്യൂസ് ആകുന്നത്, അത് ആദ്യമേ തന്നെ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് എന്ന് എപ്പോഴാണ് പറയുക, ആ ഒരു കൺസെപ്റ്റ് കുട്ടി മനസ്സിലാക്കിയിരിക്കണം. പരീക്ഷയ്ക്ക് ഒരു ഷുവർ ക്വസ്റ്റ്യൻ പോലെ ചോദിക്കാവുന്നതാണ്, ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് എ ഫംഗ്ഷൻ അറ്റ് എ ഗിവൺ പോയിന്റ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് കണ്ടിന്യൂസ് ആവുക? നമുക്കറിയാം ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് കണ്ടിന്യൂസ് ആകുന്നത്, ആ ഫംഗ്ഷൻ്റെ ആ പോയിന്റിലെ ലിമിറ്റ് വാല്യൂ എന്ന് പറയുന്നത് ആ ഫംഗ്ഷൻ്റെ f(a) എന്ന് പറയുന്ന ആ f(a)ക്ക് ഈക്വൽ ആയി വരുമ്പോഴാണ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകുന്നത്. അപ്പോൾ ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് എ ഫംഗ്ഷൻ, ഒരു പീസ് വൈസ് ഫംഗ്ഷൻ തന്നിട്ട് അത് കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ചോദ്യം ഒരു 3 മാർക്കിൻ്റെ ചോദ്യത്തിൽ സാധാരണ ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ്. ഇനി ഈ ചോദ്യം ഇല്ലെങ്കിൽ അതിന് ബദലായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് അറ്റ് x = ഒരു ഗിവൺ പോയിന്റ് കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷനിൽ നിന്ന് ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഒരു കോൺസ്റ്റൻറ്റ് k, ഫൈൻഡ് ദ വാല്യൂ ഓഫ് k. അത്തരം ചോദ്യങ്ങൾ, ഈ 2 ചോദ്യങ്ങൾ ഒരു ചോദ്യം ഷുവറായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ കണ്ടിന്യൂറ്റി എന്നുള്ള ആ ഒരു ഒറ്റ ചോദ്യം 3 മാർക്കിനുള്ള ചോദ്യം മാത്രമേ സാധാരണ ഉണ്ടാകാറുള്ളൂ. പിന്നെ ഡിഫറൻസിയേഷനിലേക്ക് കടന്നു വരുമ്പോൾ, ഡെറിവേറ്റീവ് എന്നുള്ള ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ബാക്കി ഒരു 6 മാർക്ക് ആ ഒരു ഭാഗത്ത് നിന്നാണ് നമുക്ക് ചോദിക്കാറുള്ളത്. പ്രത്യേകിച്ച് ടൈപ്സ് ഓഫ് ഡെറിവേറ്റീവ്സിൽ നമ്മൾ പഠിക്കുന്ന ഒരുപാട് ടൈപ്സ് ഓഫ് ഡെറിവേറ്റീവ്സ് ഉണ്ട്. പ്രത്യേകിച്ച് കോമ്പോസിറ്റ് ഫങ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്സ് കാണുന്നത്, പിന്നെ ഇംപ്ലിസിറ്റ് ഫങ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് കാണുന്നത്, പിന്നെ അതുപോലെ തന്നെ ലോഗരിതമിക് ഫങ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് കാണുന്നത്. അത്തരം ഒരു 4 ടൈപ്പ് ഡെറിവേറ്റീവ്സ് കാണുന്ന ഭാഗങ്ങൾ, അത് നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഭാഗങ്ങൾ അതൊക്കെ തന്നെയാണ്. പാരാമെട്രിക് ഫങ്ഷൻസ്. അപ്പോൾ അങ്ങനെ ഈ ടൈപ്പിൽ നിന്ന് ഡെറിവേറ്റീവ്സ് കാണുന്ന ചോദ്യങ്ങൾ 1-2 ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ആ പാഠത്തിൻ്റെ അവസാന ഭാഗത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എങ്ങനെ കാണാം, അത് പ്രൂവ് ദാറ്റ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഈസ് ഈക്വൽ ടു എന്ന് പറയുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു 9 മാർക്കിൻ്റെ വെയിറ്റേജ് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് നമ്മുടെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്നുള്ള ചാപ്റ്റർ. നല്ല രീതിയിൽ പഠിച്ചെടുക്കാവുന്ന ഒരു ഭാഗം കൂടിയാണ്. പ്രത്യേകിച്ച് ആ ചാപ്റ്ററൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഫ്യൂച്ചറിലേക്കൊക്കെ മാത്സ് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഉപകാരപ്രദമായ രീതിയിൽ ഈ പാഠഭാഗങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നന്നായിരിക്കും. അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് അപ്പോൾ നമ്മൾ എന്തുറ്റാ നോക്കണ്ട, ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ്, മാക്സിമ, മിനിമ, അങ്ങനത്തെ ആ ഭാഗത്ത് നിന്ന് ഈ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിക്ക് ശേഷം വരുന്ന ഒരു ചാപ്റ്ററാണ് അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. അതിൽ പ്രധാനമായിട്ടും ഒരു 3 കൺസെപ്റ്റുകളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. ഒന്നാമത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്ന ഭാഗം. അവിടെ നിന്ന് സ്ഥിരമായിട്ടൊരു വേർഡ് പ്രോബ്ലം ചോദിക്കാറുണ്ട്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ്. തുടർന്ന് വരുന്ന ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ തന്നിട്ട് ഏത് ഇൻ്റർവെല്ലിലാണ് അത് ഇൻക്രീസിങ് ആകുന്നത്, ഏത് ഇൻ്റർവെല്ലിലാണ് ഡിക്രീസിങ് ആകുന്നത്, ആ ഇൻ്റർവെല്ല് കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇനി ഒരു ഫംഗ്ഷൻ എവിടെയാണ് ഏതൊക്കെ ഇൻ്റർവെൽസിൽ അത് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്നുള്ള ടൈപ്പ് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പിന്നെ അവിടെ ചോദിക്കുന്ന അടുത്തൊരു സെക്ഷനാണ് മാക്സിമ ആൻഡ് മിനിമ. അതിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്, അത് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ചോദ്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ അപ്ലിക്കേഷൻ ലെവലിലുള്ള ചോദ്യങ്ങൾ മാക്സിമ ആൻഡ് മിനിമ എന്നുള്ള ഭാഗത്തു നിന്നൊക്കെ ചോദിച്ച് കാണുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു 6 മാർക്കിൻ്റെ വെയിറ്റേജിൽ പഠിക്കേണ്ട ഒരു ചാപ്റ്റർ തന്നെയാണ് അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്നുള്ള ചാപ്റ്റർ. അടുത്ത 2 പാഠം ഇൻ്റഗ്രേഷൻ, പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ്. അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അത് പഠിക്കാണ്ടിരുന്ന എങ്ങനെയാവും പരീക്ഷയിൽ, അത് ഒന്ന് പറഞ്ഞുതരും. അപ്പോൾ ഇതിൽ ഇൻ്റഗ്രൽസ് എന്നുള്ള ചാപ്റ്ററിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ കാൽക്കുലസിലെ 32 മാർക്കിൽ 9 മാർക്ക് സ്പോൺസർ ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് ഇൻ്റഗ്രൽസ് എന്നുള്ള ചാപ്റ്റർ. അതുപോലെ തന്നെ അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് നമുക്കൊരു 4 മാർക്കിനാണ് വരുന്നത്. അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷനും 4 മാർക്കൊക്കെ തന്നെയാണ് വരുന്നുള്ളൂ. പക്ഷേ ഇൻ്റഗ്രൽസ് നമുക്ക് 9 മാർക്കിൻ്റെ വെയിറ്റേജിൽ നമ്മൾ പഠിക്കേണ്ട ഭാഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ, ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലൂടെ എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രേഷൻ കാണുന്നത്, ആ ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നമ്മൾ അടുത്തൊരു ടൈപ്പിൽ അവിടെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് റൂൾ
ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ്, പ്രൊഡക്റ്റ് റൂൾ പോലെ തന്നെ ഡിഫറൻസിയേഷനിൽ പോലെ തന്നെ ഇൻറ്റഗ്രേഷനിലുള്ള ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ്. പിന്നെ അവിടെ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ടതാണ് പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡിലൂടെ ഇൻറ്റഗ്രേഷൻ കാണുന്ന ക്വസ്റ്റ്യൻ സാധാരണ എല്ലാ വർഷങ്ങളിലും ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻറ്റഗ്രൽ 1 ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, ഇപ്പോൾ x² + bx + c ആ ടൈപ്പിൽ വരുന്ന ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയയിൽ വരുന്ന രീതിയിലുള്ള പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇൻറ്റഗ്രേഷൻ ചുരുക്കി പറയുകയാണെങ്കിൽ അവിടെ നിന്ന് ഇൻറ്റഗ്രേഷൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലുള്ള പ്രോബ്ലംസ് നോക്കണം, പിന്നെ ഇൻറ്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ നോക്കണം, പിന്നെ ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് പഠിക്കേണ്ടതുണ്ട്. പിന്നെ ഇൻറ്റഗ്രേഷനുമായി ബന്ധപ്പെട്ട് ഉള്ള അടുത്തൊരു ഭാഗം ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ എന്നുള്ള ഭാഗമുണ്ട്. അവിടെ ഡെഫിനിറ്റ് ഇൻറ്റഗ്രലിൽ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഒക്കെ വരുന്ന ഫങ്ഷൻസിൻ്റെ ഇൻറ്റഗ്രൽസ് എങ്ങനെ കാണാം, അതിൻ്റെ പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാറുണ്ട്. ഒരു പക്ഷേ എസ്എ ക്വസ്റ്റ്യനിൽ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇൻറ്റഗ്രേഷൻ 3+3 അങ്ങനെ 6 മാർക്കായിട്ട് സ്ഥിരം ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ 9 മാർക്കിൻ്റെ വെയിറ്റേജ് നമുക്ക് ഇൻറ്റഗ്രേഷൻ വരുമ്പോൾ ഒരു എസ്എ ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു ടൈപ്പിലുള്ള പ്രോബ്ലംസൊക്കെ തന്നെയാണ് ഇൻറ്റഗ്രേഷനിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഈ ആപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രൽസിലേക്ക് വരുമ്പോൾ ഇൻറ്റഗ്രേഷനെ തുടർന്ന് വരുന്ന ചാപ്റ്ററാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ് എന്നുള്ള തരത്തിൽ. അപ്പോൾ അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒറ്റ ചെറിയ ചാപ്റ്ററാണ്, ഒരു 4 മാർക്കാണ് ആ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് വരുന്നത്. അവിടെ ഏരിയ അണ്ടർ എ സിമ്പിൾ കർവ് എന്നുള്ള തരത്തിൽ ഒരു പക്ഷേ ഏരിയ അണ്ടർ എ എലിപ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ സർക്കിളായിരിക്കാം, അല്ലെങ്കിൽ പരാബോളയായിരിക്കാം, ബൗണ്ടഡ് ഒരു ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു റീജിയൻ x=a x=b അത്തരത്തിൽ അതിൻ്റെ ഏരിയ കാണുന്ന ടൈപ്പ് ചോദ്യങ്ങൾ ഒരു 4 മാർക്കിന് വെയിറ്റേജേ ഉള്ളൂ. ഈ ഒരു 3 ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ എലിപ്സിൻ്റെ ഏരിയ അണ്ടർ എ കർവ് കാണുന്നത്, അതുപോലെ തന്നെ സർക്കിൾ, പരാബോള ഇതൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് 4 മാർക്ക് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്ത പാഠം ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതിൽ കുറച്ച് എളുപ്പം ഉണ്ടാവും. അപ്പോൾ അതിൽ എളുപ്പം ഏതാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്? ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് ആപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രൽസിന് തുടർന്ന് വരുന്ന ചാപ്റ്ററാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഒരു 4 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് ആ ചാപ്റ്ററിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. കാൽക്കുലസിൻ്റെ അവസാനത്തെ ഒരു ചാപ്റ്റർ കൂടിയാണത്. അവിടെ നമുക്ക് ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആ ഒരു ചാപ്റ്റർ 1 മാർക്കിൻ്റെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണത്. പിന്നെ വരുന്നത് നമുക്ക് എങ്ങനെയാണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്. അതിൽ ഒരു 3 ടൈപ്പ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഒന്ന് ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാം, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന മെത്തേഡ്. പിന്നെ വേരിയബിൾ സെപ്പറബിൾ ഫോമിലൂടെ എങ്ങനെയാണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്. പിന്നെ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാം. ഈ 3 ടൈപ്പിൽ നിന്നൊരു ടൈപ്പ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓർഡർ ആൻഡ് ഡിഗ്രി, അങ്ങനെ ഒരു 4 മാർക്കിൻ്റെ വെയിറ്റേജാണ് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടായിരിക്കുക. പ്രത്യേകിച്ച് ഹോമോജീനിയസ് ഒക്കെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആയിട്ട് സ്ഥിരമായിട്ട് ചോദിച്ച് കാണുന്നുണ്ട്. ഈ ഒരു 4 മാർക്കാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ലഭിക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഇത് ഒഴിവാക്കേണ്ട ചാപ്റ്ററുകളിൽ എന്നൊക്കെ പറയുമ്പോൾ വേണമെങ്കിൽ ഈ 3 ടൈപ്പ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പഠിക്കുന്നതൊക്കെ 4 മാർക്കിൻ്റെ വെയിറ്റേജ് ഉണ്ടല്ലോ. 1 മാർക്ക് നമുക്ക് ഉറപ്പായിട്ടും ഓർഡർ ആൻഡ് ഡിഗ്രിയിൽ നിന്ന് കിട്ടും. ഡിഫറൻഷ്യൽ ഇക്വേഷനെ വെയിറ്റേജ് കുറവായതുകൊണ്ട് അത് സൗകര്യപ്പോലെ അവസാന സമയങ്ങളിലൊക്കെ പഠിക്കുന്നത് വേണമെങ്കിൽ നന്നായിരിക്കും. പ്രത്യേകിച്ച് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനൊക്കെ സോൾവിങ് കുറച്ച് ടഫായിട്ടുള്ളൊരു കുട്ടികൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് സാധാരണ. അതൊക്കെ അവസാന സമയങ്ങളിൽ കുട്ടികൾ താല്പര്യമനുസരിച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈസി ആയിട്ടുള്ള ഭാഗങ്ങൾ അതിൽ വേരിയബിൾ സെപ്പറബിൾ ഫോമൊക്കെ വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാവുന്ന പ്രോബ്ലംസാണ്. അതൊക്കെ പഠിച്ച് പോവുകയാണെങ്കിൽ തന്നെ 4 മാർക്കിലേക്ക് വളരെ ഈസി ആയിട്ട് ചാപ്റ്ററിൽ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെ സംബന്ധിച്ച് കുറച്ച് സന്തോഷത്തോടു കൂടി കുട്ടികൾ പരീക്ഷ എഴുതുന്ന 2 ചാപ്റ്ററുകളാണ് ഈ വെക്ടർ ആൾജിബ്രയും 3 ഡയമെൻഷൻ ജോമെട്രിയും. സ്റ്റാനിസ് എങ്ങനെയാണ് ഈ 2 ചാപ്റ്ററുകൾ കണ്ടിട്ടുള്ളത്? എളുപ്പമായിട്ട് അത് ആ ചാപ്റ്റർ പഠിക്കുകയാണെങ്കിൽ ഇൻറ്റഗ്രൽസും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ സുഖമായിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സാണ്. അപ്പോൾ അതൊക്കെ ഫസ്റ്റ് ഇരുന്ന് പഠിക്കും. ഇൻറ്റഗ്രൽസൊക്കെ അവസാനം പരീക്ഷയ്ക്ക് പോണേക്കാളും തൊട്ട് മുമ്പാട് ഒന്ന് വെറുതെ എടുത്ത് നോക്കുള്ളൂ. അതാണ് ഈ ഇൻറ്റഗ്രൽസൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഈ നമുക്ക് പ്ലസ് 2 വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററുകളാണ് ഇനി കാൽക്കുലസിന് ശേഷം തുടർന്ന് വരുന്ന 4 ചാപ്റ്റേഴ്സ്. അതിൽ 2 ചാപ്റ്ററുകളെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. പ്രധാനമായിട്ടും വെക്ടർ ആൾജിബ്ര വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ചാപ്റ്ററാണ്. അതിൽ പ്രധാനമായിട്ടും ഒരു 7 മാർക്കിൻ്റെ വെയിറ്റേജ് നമുക്ക് വെക്ടർ ആൾജിബ്രയിൽ നിന്ന് പ്രതീക്ഷിക്കാം. ആദ്യ ഭാഗത്തിൽ ഒരു വെക്ടറിനെ എങ്ങനെയാണ് യൂണിറ്റ് വെക്ടറാക്കി മാറ്റുന്നത് എന്നുള്ള തരത്തിലുള്ള പ്രോബ്ലംസ്. അപ്പോൾ കമ്പോണൻറ്റ് ഫോംസ് നമ്മൾ അറിഞ്ഞിരിക്കണം. വെക്ടേഴ്സിനെ എങ്ങനെ കമ്പോണൻറ്റ് ഫോമിൽ എഴുതുന്നു,
അവിടെ നിന്ന് എങ്ങനെയാണ് ഒരു യൂണിറ്റ് വെക്ടർ കണ്ടെത്തുന്നത്, യൂണിറ്റ് വെക്ടർ കണ്ടെത്തുന്ന കാര്യം പഠിക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളൊരു ഭാഗമാണ്. പിന്നെ വെക്ടേഴ്സിൻ്റെ പ്രൊഡക്റ്റുകൾ, 2 തരം പ്രൊഡക്റ്റുകളുണ്ടല്ലോ അല്ലേ? ഏതൊക്കെ 2 തരം പ്രൊഡക്റ്റുകൾ? ഒന്ന് ഡോട്ട് പ്രൊഡക്റ്റും ക്രോസ് പ്രൊഡക്റ്റും. ഈ 2 ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ സാധാരണ ചോദിക്കാറുണ്ട്. എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് എന്താണെന്നും ക്രോസ് പ്രൊഡക്റ്റ് എന്താണെന്നും നല്ല രീതിയിൽ പഠിക്കണം. പിന്നെ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഏരിയ ഓഫ് എ പാരലലോഗ്രാം, പിന്നെ അതുപോലെ തന്നെ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ, ആ സംഭവങ്ങൾ. പിന്നെ അതുപോലെ തന്നെ അവിടെ പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ, ഒരു വെക്ടറിൻ്റെ പ്രൊജക്ഷൻ എങ്ങനെ കാണാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൂടെ തന്നെ വളരെ ഈസി ആയിട്ട് വെക്ടർ ആൾജിബ്ര നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങൾ ഫിസിക്സിലൊക്കെ വെക്ടർ ആൾജിബ്ര പഠിക്കുന്നുണ്ട്, വെക്ടേഴ്സിനെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്, അതേ രീതിയിൽ തന്നെ മാത്സിനെ സംബന്ധിച്ച് വളരെ അതിൻ്റെ ആൾജിബ്രയും അതുപോലെ തന്നെ ഡോട്ട് പ്രൊഡക്റ്റ്, ക്രോസ് പ്രൊഡക്റ്റ്, യൂണിറ്റ് വെക്ടർ ആക്കുന്നു, അത്തരം വളരെ ലളിതമായിട്ടുള്ള തരത്തിലാണ് വെക്ടർ ആൾജിബ്ര പഠിക്കാനായിട്ടുള്ളൂ. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഒരു 7 മാർക്ക് കുട്ടിക്ക് വെക്ടർ ആൾജിബ്ര എന്ന ചാപ്റ്ററിൽ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. തുടർന്ന് വരുന്ന ചാപ്റ്ററായിട്ട് വരുന്നതാണ് 3 ഡയമെൻഷണൽ ജോമെട്രി. 3 ഡയമെൻഷണൽ ജോമെട്രിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 4 മാർക്കിൻ്റെ വെയിറ്റേജാണ് ആ ചാപ്റ്ററിനുള്ളത്. ആദ്യ ഭാഗത്ത് ഡയറക്ഷൻ റേഷ്യോ ആൻഡ് ഡയറക്ഷൻ കൊസൈൻ എന്നുള്ളൊരു ചോദ്യം 1-2 മാർക്കിന് ചോദിക്കാറുണ്ട്, സ്ഥിരമായി ചോദിക്കാറുള്ള ചോദ്യമാണ്. പിന്നെ അവിടെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു 4 മാർക്കിൻ്റെ ചോദ്യം വരുന്നത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ലൈൻസ്, സ്ക്യൂ ലൈൻസ്, എങ്ങനെയാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണുന്നത്. അത് സ്ഥിരം എല്ലാ വർഷവും ചോദിക്കാറുള്ള ചോദ്യമാണ്. അതിൻ്റെ ഫോർമുലയും കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിച്ച് നോക്കി പോകാനായിട്ട് കുട്ടികൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ ഇക്വേഷൻ ഓഫ് എ ലൈൻ, ഒരു ഗിവൺ പോയിൻറ്റ് ആൻഡ് പാരലൽ വെക്ടർ വന്നു കഴിഞ്ഞാൽ, ഒരു പോയിൻറ്റും ഒരു വെക്ടറും വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇക്വേഷൻ ഓഫ് ലൈൻ കാണുന്നത്. അതിൽ തന്നെ 2 തരത്തിലുള്ള ഇക്വേഷൻ ഓഫ് ലൈൻ, ഒന്ന് വെക്ടർ ഫോം, കാർട്ടീഷ്യൻ ഫോം. ഈ 4 കൺസെപ്റ്റുകൾ മാത്രമേ ആ ചാപ്റ്ററിലുള്ളൂ. ഇത് പഠിച്ചു പോകുന്ന കുട്ടിക്ക് 4 മാർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത പാഠം ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. അതിൽ ഗ്രാഫ് വരയ്ക്കാനും ഞങ്ങളെ സംബന്ധിച്ച് കുറച്ച് എളുപ്പമുള്ള പാടാണ്. അപ്പോൾ അതിങ്ങനെ വരയ്ക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടേ എന്ന് പറഞ്ഞു. +2 കുട്ടികളെ സംബന്ധിച്ച് വളരെ ഹാപ്പി ആയിട്ട് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് ലീനിയർ പ്രോഗ്രാമിംഗ് LPP പ്രോബ്ലം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് 6 മാർക്കിൻ്റെ ഒരു എസ്സേ ക്വസ്റ്റ്യനിലായിരിക്കും അതുണ്ടായിരിക്കുക. 6 മാർക്കിൻ്റെ ഒരു എസ്സേ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മളൊരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ അതിൻ്റെ കൺസ്ട്രെയിൻസ് ഉണ്ടായിരിക്കും. ആ ഗ്രാഫ് വരയ്ക്കുന്നു, ഇൻഈക്വാലിറ്റീസിനൊക്കെ ഇക്വേഷൻസ് ആക്കി മാറ്റിയതിന് ശേഷം ഗ്രാഫ് വരയ്ക്കുന്നു, അതിൻ്റെ ഫീസിബിൾ റീജിയൻ നമ്മൾ കണ്ടെത്തുന്നു, അതിൻ്റെ കോർണർ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുന്നു, ദെൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വെച്ച് മാക്സിമം ആണോ മിനിമം ആണോ കാണാൻ പറഞ്ഞിരിക്കുന്നത് അത് കാണുന്നു. അത് സാധാരണ രീതിയിൽ വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിക്കാറുള്ളത്. ഒരു ക്ലോസ്ഡ് റീജിയൻ വരുന്ന രീതിയിൽ, ഫീസിബിൾ റീജിയൻ ക്ലോസ്ഡ് ആകുന്ന തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിക്കുക. 6 മാർക്കിൻ്റെ ചോദ്യം. ഒരു എസ്സേ ക്വസ്റ്റ്യനിൽ നമ്മൾ ഒറ്റ ചോദ്യം മാത്രമേ ആ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഈ വർഷവും ആ രീതിയിലൊക്കെ തന്നെയായിരിക്കും ആ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങൾ എന്ന് നിസ്സംശയം ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. ഇപ്പോൾ +1 ഉണ്ടായിരുന്ന പോലെ പ്രോബബിലിറ്റി ഈ കൊല്ലം ഉണ്ട്. അപ്പോൾ മുന്നത്തേക്കാളും എളുപ്പം കുറച്ച് ടഫായിട്ടാണ് തോന്നുന്നത് ഈ കൊല്ലം. അപ്പോൾ ഈ പ്രോബബിലിറ്റീനെ കുറിച്ചിട്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് പറഞ്ഞുതരും. നമ്മുടെ അവസാനത്തെ ചാപ്റ്ററായിട്ട് 13ാമത്തെ ചാപ്റ്ററായിട്ട് നമുക്ക് +2 പഠിക്കുന്ന ഗണിതശാസ്ത്രത്തിലെ ചാപ്റ്ററാണ് പ്രോബബിലിറ്റി. ഏകദേശം ഒരു 6 മാർക്കിൻ്റെ വെയിറ്റേജ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ഉണ്ടായിരിക്കും. 6 മുതൽ 7 മാർക്ക് വരെയുള്ള ഒരു വെയിറ്റേജ് ഉണ്ടായിരിക്കും. അതിൽ നമ്മൾ പ്രത്യേകമായിട്ട് 3 ഭാഗങ്ങളാണ് നമുക്ക് പ്രോബബിലിറ്റിയിൽ പഠിക്കാനായിട്ടുള്ളത്. ഒന്ന് ആദ്യ ഭാഗത്ത് വരുന്ന കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്നുള്ള ഭാഗം, പ്രോബബിലിറ്റി ഓഫ് A given B, അത്തരത്തിലുള്ള ഭാഗങ്ങൾ. അവിടെ നിന്ന് കുറച്ച് ഫോർമുലാസൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നിർബന്ധമായിട്ടും കണ്ടീഷണൽ പ്രോബബിലിറ്റിയിൽ നിന്നുണ്ടായിരിക്കും. തുടർന്ന് വരുന്നത് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് എന്നുള്ള ഭാഗമാണ്. ഇവൻറ്റ്സുകൾ ഇൻഡിപെൻഡൻ്റ് ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഭാഗങ്ങൾ, ഇൻഡിപെൻഡൻറ്റ് കണ്ടീഷൻ ഉപയോഗിച്ചുകൊണ്ട് ചില പ്രോബ്ലംസ് സോൾവ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് എന്നുള്ള ഭാഗം. തുടർന്ന് അടുത്ത അവസാന ഭാഗത്ത് വരുന്നത് ബേസ് തിയറം എന്നുള്ളൊരു ഭാഗമാണ്. ബേസ് തിയറത്തിൽ നിന്ന് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ ചോദിച്ച് കാണുന്നുണ്ട്. അങ്ങനെ ഒരു 7 മാർക്കിൻ്റെ വെയിറ്റേജിൽ വരുന്ന ഒരു ചാപ്റ്ററാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ +1നെ അപേക്ഷിച്ച് കുറച്ച് ടഫായിട്ട് തോന്നുന്നത് അതിൻ്റെ കൺസെപ്റ്റുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പ്രോബബിലിറ്റിയിലെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 3 കൺസെപ്റ്റുകൾ നല്ല രീതിയിൽ പഠിച്ച് പോകുന്ന കുട്ടിയെ സംബന്ധിച്ച് പ്രോബബിലിറ്റി വളരെ എളുപ്പമായിരിക്കും. ഇനി നമ്മൾ വരുന്നത് മറ്റേ ഇക്വേഷൻസ് വരുമ്പോൾ കെമിസ്ട്രി, ഫിസിക്സിലാണെങ്കിൽ കുറേ ഇക്വേഷൻ ഉണ്ട്. അതേപോലെ തന്നെ മാത്സിൽ അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻസ് ഓർത്തെടുക്കാൻ എന്തിട്ട് വല്ല ടിപ്സാ അങ്ങനെ വല്ലതും ഉണ്ടോ?
പ്രത്യേകിച്ച് ഈ 13 ചാപ്റ്ററുകളിലായിട്ട് നമുക്ക് വരുന്ന കൺസെപ്റ്റുകൾ, ഒരുപാട് കൺസെപ്റ്റുകൾ നമ്മൾ ഈ 13 ചാപ്റ്ററുകളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ ഒരുപാട് ഫോർമുലാസും കാര്യങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഓരോ ചാപ്റ്റർ വൈസ്, ഇപ്പോൾ മാത്സിന് നമ്മൾ ഓരോ ചാപ്റ്ററുകൾ, ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻ എടുത്തു, ഓരോ ചാപ്റ്ററിലെയും പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകൾ നമ്മളൊന്ന് കുറിച്ച് വയ്ക്കുക. ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോൾ അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ ആശയങ്ങളൊക്കെ ഒന്ന് പ്രധാനപ്പെട്ട ആശയങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഫോർമുലകൾ അല്ലെങ്കിൽ ആ കൺസെപ്റ്റുകൾ ഒന്ന് കുറിച്ച് വെച്ച് എല്ലാ ദിവസവും നമ്മളൊന്ന് വായിച്ചു നോക്കുന്നത് നന്നായിരിക്കും. പരീക്ഷ കഴിയുന്നത് വരെ നിരന്തരമായിട്ട് രാവിലെയും വൈകിട്ടൊക്കെ ഒന്ന് വായിച്ചു നോക്കി ആ ഫോർമുലയും ആ കൺസെപ്റ്റുകളൊക്കെ നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അത്തരത്തിൽ ഓരോ ചാപ്റ്റർ എടുത്ത് ചെറിയ ചെറിയ നോട്ട്സുകൾ ഉണ്ടാക്കി ദിവസവും നമ്മളൊന്ന് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ആ ഫോർമുലകളും ആ പാഠഭാഗങ്ങളൊക്കെ നമുക്ക് മനസ്സിലിങ്ങനെ ഓർത്തിരിക്കാനും ഒക്കെ ആയിട്ട് ഉപകരിക്കും. അതാണ് അതിനോടൊരു കുറുക്ക് വഴി എന്ന് പറയുന്നത്. നിരന്തരമായിട്ട് നമ്മൾ അതിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ്. ആ പാഠഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുക, അതുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ കൃത്യമായിട്ട് ക്രോഡീകരിച്ച് വയ്ക്കുക. എല്ലാ ദിവസവും നമ്മളതൊന്ന് രാവിലെയും വൈകിട്ടൊക്കെ ഒന്ന് മറച്ചു നോക്കി ആ കൺസെപ്റ്റുകൾ മനസ്സിലൊന്ന് ഉറപ്പിക്കാനൊക്കെയായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ പരീക്ഷാ ദിവസങ്ങളാകുമ്പോഴേക്കൊക്കെ നല്ല രീതിയിൽ ആ കൺസെപ്റ്റുകളൊക്കെ നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കും. അപ്പോൾ അതുപയോഗിച്ച് നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും, മികച്ച സ്കോറിലേക്ക് എത്താനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഈ കുറച്ചും കൂടി എളുപ്പമുള്ള ചാപ്റ്ററുകൾ എന്ന് പറഞ്ഞ് നമ്മൾ അവസാന സമയങ്ങളിൽ പറഞ്ഞല്ലോ, കാൽക്കുലസിന് ശേഷം വരുന്ന ചാപ്റ്ററുകൾ, പ്രത്യേകിച്ച് വെക്ടർ ഓൾജിബ്ര, അതുപോലെ തന്നെ 3D, അതുപോലെ തന്നെ പ്രോബബിലിറ്റി, പിന്നെ നമ്മുടെ LPP, ഈ ചാപ്റ്ററുകളൊക്കെ കൃത്യമായിട്ട് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ, അതുപോലെ തന്നെ ആദ്യ ഭാഗത്ത് നമ്മൾ കണ്ടെത്തുന്ന മെട്രിക്സ്, ഡിറ്റർമിനൻസ്, പിന്നെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, അപ്പോൾ ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ, ചോദ്യങ്ങളൊക്കെ ആൻസർ ചെയ്യാനൊക്കെയായിട്ട് സാധിക്കും. ഈ കാൽക്കുലസ് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും പറയുന്നില്ല, പക്ഷേ അത് കുട്ടികളെ സംബന്ധിച്ചൊരു ഒരു ഒരു കീറാമുട്ടി പോലെ പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ആശയങ്ങളിലൂടെ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവുകയാണെങ്കിൽ, നോക്കി പോവുകയാണെങ്കിൽ, എഴുതി പഠിച്ചു പോവുകയൊക്കെ ആണെങ്കിൽ, ആ ഒരു പാറ്റേൺ, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ കാൽക്കുലസും വളരെ എളുപ്പമായി തന്നെ കുട്ടികൾക്ക് അവസാന സമയങ്ങളിലൊക്കെ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ കാൽക്കുലസിലെ ചോദ്യങ്ങളൊക്കെ കുട്ടികൾ അറ്റൻഡ് ചെയ്ത് കാണാറുണ്ട്. ഇപ്പോൾ ഈ മറ്റേ ക്രിസ്മസ് എക്സാം കഴിഞ്ഞപ്പോൾ മാത്സിനൊക്കെ പാറ്റേൺ മാറിയല്ലോ, അപ്പോൾ അതിൻ്റെ നല്ലോണം മാർക്ക് കുറഞ്ഞു. അപ്പോൾ വീട്ടിലൊക്കെ ഭയങ്കര വീട്ടുകാർ ചീത്ത പറയാറുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ സംശയങ്ങളായിട്ടാണ് ഞാൻ ഇപ്പം ഇങ്ങോട്ട് വന്നത്. അപ്പോൾ മാഷ് ഈ സംശയങ്ങളൊക്കെ മാറ്റി വന്നപ്പോൾ ഈ മാത്സ് എളുപ്പമായി, അത് മര്യാദയ്ക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ ഒരു ആത്മവിശ്വാസം വന്ന പോലെ ആയി. ഇപ്പം ഏകദേശം ഒരു എ പ്ലസ് കിട്ടും എന്ന് ഒരു ഉറപ്പായി. ഇത്ര നേരം എൻ്റെ സംശയത്തിന് ഉത്തരം പറഞ്ഞ മാഷിന് എൻ്റെ പേരിലും എൻ്റെ ക്ലാസ്സിലത്തെ എല്ലാവരുടെ പേരിലും താങ്ക്സ്. പ്രിയ വിദ്യാർത്ഥികളെ, ഈ വർഷം നമ്മൾ പരീക്ഷയ്ക്ക് എല്ലാവരും നല്ല രീതിയിൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷകളും അതിൻ്റെ കൂടെ വന്നിരിക്കുന്നൊരു സാഹചര്യമുണ്ട്. നല്ല രീതിയിലുള്ള ഒരു മുന്നൊരുക്കം നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു വിജയത്തിലേക്ക് രണ്ടാം വർഷ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കും ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കൊക്കെ എത്താനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലൂടെ സഞ്ചരിക്കുക. അതുപോലെ തന്നെ പ്രത്യേകിച്ച് പരീക്ഷ എഴുതുമ്പോൾ കൂൾ ഓഫ് ടൈമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്യേണ്ടതായിട്ടുണ്ട്. പരീക്ഷ എഴുതുന്നത് സംബന്ധിച്ച് പിന്നെ 2 മണിക്കൂർ സമയം പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്തി ഓരോ ഭാഗത്തെയും ഓരോ സെക്ഷനിലെയും ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും കൃത്യമായിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പരീക്ഷയുടെ തുടക്കത്തിൽ ആദ്യ പേജുകളിലൊക്കെ കോൺഫിഡൻറ്റോട് കൂടി തന്നെ നമുക്ക് അത്രയും ഉറപ്പുള്ള ആൻസറുകൾ ആദ്യ ഭാഗങ്ങളിൽ എഴുതാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു കാര്യം കൂടി വിദ്യാർത്ഥികളുടെ ശ്രദ്ധയിലേക്ക് പറയുകയാണ്. 17, 18, 19, 20 വർഷങ്ങളിലെ ചോദ്യപേപ്പറുകളൊക്കെ ഒന്ന് ആൻസർ ചെയ്ത് നോക്കുന്നത് നമുക്കൊരു പരീക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, കടന്നു വരുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഒരു മനസ്സിലാക്കാനും അത്തരം ചോദ്യങ്ങളിലൂടെ സഞ്ചരിക്കുന്നത് കുറച്ചും കൂടിയും നമുക്കൊരു ആത്മവിശ്വാസത്തോടു കൂടി പരീക്ഷ എഴുതാനും ആ ചോദ്യങ്ങൾ ഒന്ന് പരിചയപ്പെട്ടിരിക്കുന്നത് വളരെ നന്നായിരിക്കും എന്ന് ഈ അവസരത്തിൽ പറയുകയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ മികച്ച രീതിയിൽ നല്ലൊരു പരീക്ഷ നിങ്ങൾക്കെല്ലാവർക്കും എഴുതാനായിട്ട് സാധിക്കും. എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.